ആദി, നീ എഴുന്നേൽക്കുന്നോ അതോ ഞാൻ ചട്ടകവുമായി അങ്ങോട്ട് വരണോ? അമ്മ ഒരു 10 മിനിറ്റ് പ്ലീസ് മാ. എന്നിട്ട് അവൾ വീണ്ടും കിടന്നുറങ്ങി. എൽസ ചട്ടകവുമായി അവളുടെ റൂമിലോട്ട് പോയി. ചട്ടകവുമായി അവളുടെ ബാക്കിലൂടെ ഒറ്റ അടി. അയ്യോ, എന്നെ കൊല്ലുന്നേ, ആരെങ്കിലും ഓടി വായോ. അവൾ പെട്ടെന്ന് ചാടി എണീറ്റു. നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞേക്കുന്നു ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങരുതെന്ന്. അതിനെങ്ങനെ, അർദ്ധരാത്രിയിലല്ലേ പൊന്നുമോളെ കയറി വരുന്നത്. ഇപ്പൊ എനിക്ക് കുളിക്കടി. ഓക്കേ മാ എന്ന് പറഞ്ഞ് എൽസയുടെ കവിളിൽ ഒരു ഉമ്മയും കൊടുത്ത് അവൾ കുളിക്കാൻ പോയി. ഹായ് ഗായ്സ്, ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലേ? എന്നാ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആദി. നേരത്തെ വന്ന് എന്റെ മേലിൽ രുദ്രതാണ്ഡം ആടിയത് എന്റെ വൺ ആൻഡ് ഓൺലി സ്വീറ്റ് മാ എൽസ കൃഷ്ണ. ദേ അങ്ങോട്ട് നോക്കൂ, അവിടെ സോഫയിൽ ഇരുന്ന് പത്രം വായിക്കുന്നതാണ് എന്റെ അമ്മയുടെ ഒരേ ഒരു കെട്ടിയവൻ നന്ദകൃഷ്ണൻ. ഇനി അവിടെ ഫുഡിനോട് മൽപ്പിടുത്തം നടത്തുന്ന ആളാണ് ഇവിടുത്തെ ആസ്ഥാന കോഴിയും ആൻഡ് വൺ ആൻഡ് ഓൺലി ചന്ദ്രബോ അദ്വൈത് കൃഷ്ണ. വല്ലാതെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ടട്ടാ. പറയുന്ന ആള് ഭയങ്കര പരിശുദ്ധല്ലേ. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നടി? അത് മതി മതി, രണ്ടും കൂടി തല്ലി പിടിച്ചത്. നീ വന്ന് ഫുഡ് കഴിക്കാൻ നോക്ക്. ആ സമയത്താണ് അച്ഛൻ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് വരുന്നത്. ആരിത്? പിതാശ്രീയുടെ വായനയ്ക്ക് കഴിഞ്ഞോ? മോൻ തിന്നിട്ട് എണീറ്റ് പോവാൻ നോക്ക്. അല്ല ഏട്ടാ, ഫ്ലൈറ്റ് നാളെ എപ്പോഴാണ്? നാളെ ഉച്ചയ്ക്ക് 1:30-ക്കാണ്. നീ ശരിക്കും നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചോ? ആടാ, ഞാൻ വരുന്നുണ്ട്. എനിക്ക് എന്റെ മുറിച്ചെറുക്കനെ നേരിൽ കാണാനൊക്കെ ആഗ്രഹമില്ലേ? എനിക്ക് അങ്ങോട്ട് പോവാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. എന്റെ സൈനുവിനെ ഈ നിലയിൽ എത്തിച്ചവനുള്ള ശിക്ഷ വാങ്ങി കൊടുക്കണ്ടേ? നീ എന്താണ് ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ലച്ചാ എന്ന് പറഞ്ഞ് അവൾ എണീറ്റു പോയി. അവിടെ എത്തിയിട്ട് വേണം ആദിയുടെയും ആരുവിന്റെയും കല്യാണം പെട്ടെന്ന് നടത്താൻ. പറയടി, നീ പോവാൻ തന്നെ തീരുമാനിച്ചോടി? അതേടി, ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചു. നീ വളരെ ശ്രദ്ധിക്കണം. കുറച്ചു കഴിഞ്ഞാൽ ഇച്ചായൻ അവിടെ ജോയിൻ ചെയ്യും. അതല്ല, നീ ആ മുറിച്ചെറുക്കനെ കെട്ടുവോ? അയ്യേ, ഒന്ന് പോടി. ആ മാങ്ങാണ്ടിത്തലേന് ആര് കെട്ടാൻ? ഞാൻ കല്യാണാലോചനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇന്ന് വരെ കാണാത്ത ഒരാളെ ഞാൻ എങ്ങനെ കെട്ടാനാടി? പിന്നെ നാട്ടിൽ നിന്ന് ഞാൻ കെട്ടാനോ? അതോ? എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. പൊന്നുമോൾ ഇന്നലെ എപ്പോഴാ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയത്? ആരാ എന്നെ ഇറക്കിയത്? അത് നൈറ്റ് 1:30 ആയിരുന്നടി. പിന്നെ അക്ഷയടി വന്നിറക്കിയത്. എന്തിനായിരുന്നു മോള് ലോക്കപ്പില്? അത് ചെറിയൊരു അടിപിടി കേസായിരുന്നു. എന്നാ ശരിയടി, എനിക്ക് നാട്ടിലേക്ക് പോകാൻ കുറച്ച് പർച്ചേസിങ് ഉണ്ട്. എന്നാ ശരിയടി, ഞാൻ വിളിക്കാം. എന്നാ ഓക്കേടി, പർച്ചേസിങ് ആയിട്ട് വിളിക്കേ. കുരിശിങ്കൽ തറവാട്. പേരുകൊണ്ടും പ്രതാപം കൊണ്ടും പ്രശസ്തമാണ് കുരിശിങ്കൽ തറവാട്. ഇവരുടേതാണ് ആറംസ് എന്നു പേരുള്ള കമ്പനി. ഇവിടുത്തെ കാർണവർ മാത്യു തോമസ്, ഭാര്യ കത്രീന തോമസ്, 3 മക്കൾ. മൂത്തവൻ ഫിലിപ്പ് മാത്യു, ആറംസ് കമ്പനി നോക്കി നടത്തുന്നു. ഭാര്യ മേരി മാത്യു, ഹൗസ് വൈഫാണ്. 2 മക്കൾ. മൂത്തവൻ ഡേവിഡ് മാത്യു, ആളൊരു കാർഡിയോളജിസ്റ്റ് ആണ്. ആറംസ് ഗ്രൂപ്പിന്റെ കീഴിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഇളവൾ ഹേഞ്ചൽ മാത്യു, PGക്ക് പഠിക്കുന്നു. രണ്ടാമത്തവൻ ജോൺ മാത്യു, ആറംസ് കമ്പനി നോക്കി നടത്തുന്നു. ഭാര്യ അന്ന മാത്യു, ആളൊരു ഹൗസ് വൈഫാണ്. 2 മക്കൾ. ആരുൺ മാത്യു, ആളൊരു DCP ആണ്. രണ്ടാമത്തവൻ അഡ്രിക് മാത്യു, MBBSന് പഠിക്കുന്നു. മൂന്നാമത്തവൾ എൽസ കൃഷ്ണ, ആളൊരു ഹൗസ് വൈഫാണ്. ഭർത്താവ് നന്ദകൃഷ്ണൻ, SG ഗ്രൂപ്പിന്റെ CEO. 2 മക്കൾ. മൂത്തവൻ അദ്വൈത് കൃഷ്ണ, അച്ഛൻ്റെ കൂടെ നിന്ന് ബിസിനസ് നടത്തുന്നു. രണ്ടാമത്തവൾ അഥർവ കൃഷ്ണ, PGക്ക് പഠിക്കുന്നു. ഇവർ UK-യിൽ സെറ്റിൽഡാണ്. എൽസ വർഷങ്ങൾക്ക് മുമ്പ് അന്യമതത്തിൽപ്പെട്ട ഒരുവന്റെ കൂടെ ഒളിച്ചോടി. വർഷങ്ങൾ പോകെ എൽസയുടെ വീട്ടുകാർ അവളോട് ക്ഷമിച്ചു. നന്ദന് ഒരു ഓർഫൻ ആയതുകൊണ്ട് എൽസയുടെ അമ്മയും അച്ഛനും അവനെ സ്വന്തം മകനെ പോലെയാണ് കാണുന്നത്. അവർക്ക് ആദി ഉണ്ടായതിനു ശേഷമാണ് അവർ നാട്ടിലേക്ക് വരവ് കുറഞ്ഞത്. കാരണം ആദിക്ക് നാട്ടിലേക്ക് വരുന്നത് ഇഷ്ടമല്ലായിരുന്നു. മക്കളെ വിളിക്കാൻ ആരാ പോകുന്നത്? ജോൺ, എനിക്ക് പോവാൻ പറ്റില്ല. ഒരു ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ട്. മക്കളെ ആരെങ്കിലും വിടാം. ദേവി, നിനക്ക് പോവാൻ പറ്റുമോ? പറ്റില്ല അപ്പ, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. അഡ്രി പോയിക്കോളും അല്ലേടാ? അത് പിന്നെ. അപ്പോൾ തന്നെ ഡെവി അഡ്രിയുടെ കാലിൽ ചവിട്ടുന്നു. അമ്മാ, എന്നാടാ? അതും അമ്മ മുളക് കടിച്ചതാ. എവിടെ? പുട്ടും പഴത്തിലാണോടാ മുളക്? ഇവർ ഇത് എവിടെ പോയി കിടക്കുകയാണോ എന്തോ. അയ്യാ എന്ന് പറഞ്ഞ് അഡ്രിയുടെ മുകളിലേക്ക് വീണു. എനിക്ക് മാറടാ പന്ന പുല്ലേ. നിനക്ക് എന്നതാടാ എന്നെ കണ്ടിട്ടൊരു സന്തോഷമില്ലാത്ത? അപ്പോഴാണ് അവൻ ബാക്കിലുള്ള ആദിയെ ശ്രദ്ധിക്കുന്നത്. വൈറ്റ് ക്രോപ്പ് ടോപ്പ്, ബ്ലാക്ക് സ്കിന്നി പാൻറ്, ഒരു വൈറ്റ് ക്യാൻവാസ് ഷൂവ്,
മുടിയെല്ലാം മുകളിലേക്ക് പുട്ടപ്പ് ചെയ്തിട്ടുണ്ട്. മുഖത്തൊരു സൺഗ്ലാസും. മറ്റു ചമയങ്ങളൊന്നുമില്ല. ഇത് അതേടാ, ഇത് നമ്മുടെ ആദ്യം തന്നെ. വാട്സ്ആപ്പ് ബ്രോ. എന്ന് പറഞ്ഞ് അവനെ ഹഗ് ചെയ്യുന്നു. അപ്പോ ഇതാണല്ലേ എന്റെ ഏട്ടത്തിയമ്മ. ദൈവമേ, വെളുക്കാൻ തേച്ചത് കാണ്ടായോ. എന്നാ നമുക്ക് പോവില്ല അങ്കിൾ. ഓക്കെ ഗായ്സ്. എന്ന് പറഞ്ഞ് ആദ്യം മുന്നോട്ട് നടന്നു. അതെ, എങ്ങോട്ടാ? വാ പോവാ. അങ്ങോട്ടല്ല, ഇങ്ങോട്ടാ. ഓക്കെ ഗായ്സ്. അമ്മച്ചി, ദാ അവർ വന്നെന്ന് തോന്നുന്നു. എല്ലാവരും ഉമ്മറത്തേക്ക് വന്നു. കാർ നിർത്തിയ ഉടനെ ആദു കാറിൽ നിന്ന് ചാടി ഇറങ്ങി. ഹായ് ഗായ്സ്, ഞാൻ എത്തി. അതിന് നീ 2 ആഴ്ച മുന്നല്ലേ ഇവിടുന്ന് പോയത്? അപ്പോഴാണ് ആദി കാറിൽ നിന്ന് ഇറങ്ങിയത്. അവളെ കണ്ട ഉടനെ അമ്മച്ചി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു. അവളുടെ തലയിൽ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് കത്രീന അമ്മച്ചി ചോദിച്ചു, എന്റെ കൊച്ചിന് അമ്മച്ചിയെ മനസ്സിലായോ? യു കത്രീന മാജു? ഐ നോ അമ്മച്ചി. അവളൊരു ചിരിയോടെ പറഞ്ഞു. പിന്നീട് അവിടെ ഒരു സ്നേഹപ്രകടനം തന്നെയായിരുന്നു. ഇത് കണ്ട ആദു കുശുമ്പോടെ പറഞ്ഞു, അതെ, അവളെ ഒന്ന് വിടുവോ? അവളെ എങ്ങോട്ടും മൂടി പോവില്ല. ഒന്ന് പോയ ചക്ക, ഞങ്ങളെ കൊച്ചി ഞങ്ങൾ ചെറുപ്പത്തിൽ എങ്ങാനോ കണ്ടതാ. മോളെ അഞ്ജു, നീ ഇവർക്കുള്ള മുറിയൊക്കെ കാണിച്ചു കൊടുത്തേ. ഓക്കെ അമ്മച്ചി. ഇതിനോടകം ഏഞ്ചലും ആദ്യം തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ടായി. ഞാൻ എങ്ങനെയാ അയാളെ കണ്ടുപിടിക്കുക? എവിടെന്ന്? എങ്ങനെ? നോ ഐഡിയ. അവൾ ഫ്രഷായി താഴോട്ട് പോയി. അവൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് ആദുവിൻ്റെ കൂടെ ഒരു പരിചയമില്ലാത്ത മുഖം കാണുന്നത്. ഇതാരടാ ചേട്ടാ? ഇതാടി എന്റെ വൺ ആൻഡ് ഓൺലി ചങ്കു ബ്രോ. പേര് അജയ്. ഓ, ഇവനാണല്ലേ ഗിരിരാജൻ കോഴി കൂട്ടു നിൽക്കുന്ന ആസ്ഥാന കോഴി. ഡി വേണ്ട. ആദ്യം കണ്ട അജയ്യുടെ തലയിലെ കോഴിക്കുട്ടികളെല്ലാം ഉണർന്നു. ഹായ് ബ്രോ. ഹായ്. ആദു അവനോട് ചേർന്ന് നിന്നു അവന്റെ ചെവിയിൽ മെല്ലെ മൊഴിഞ്ഞു. നീ അവിടേക്ക് വല്ലാണ്ട് ഒട്ടാൻ നിൽക്കണ്ട. അവൾ UK നമ്പർ 1 കരാട്ട ബ്ലാക്ക് ബെൽറ്റ് ആണ്. അവളുടെ അടുത്ത് നിന്റെ ഈ കോഴി സ്വഭാവം എങ്ങാനും എടുത്താൽ നിന്റെ പപ്പും പൂടവും പോലും കിട്ടൂല മോനെ. ഓ ഐ സി. മക്കളെ, എല്ലാരും ഫുഡ് കഴിക്കാൻ വരൂ. ഫുഡ് എന്ന് കേട്ടപ്പോൾ ആദുവും അജുവും ടേബിളിൽ ചാടി കയറിയിരുന്നു. ആ സമയത്താണ് ഡെവിയും ഫിലിപ്പും കയറി വരുന്നത്. മോളെ, ആദ്യം കണ്ട ഫിലിപ്പ് ഹഗ് ചെയ്തു. ഡെവിയെ കണ്ട് അവൾ സംശയത്തോടെ നോക്കി. അത് കണ്ട് മനസ്സിലാക്കിയ ഫിലിപ്പ് പറഞ്ഞു, ഇത് നീ ഡെവിച്ചായനാടി. ഹലോ ചായ. ഹായ്. ഡെവി ഒരു ചെറു പുഞ്ചിരിയാലെ പറഞ്ഞു. അപ്പൊ ഇവളാണ് ആരൂന്റെ കണ്ണിലെ കരട്. അവർ 3 പേരും ഫുഡ് കഴിക്കാൻ പോയി. ആദുവിൻ്റെ അടുത്തായിരുന്നു ആദ്യം ഇരുന്നത്. അവിടെയുള്ള സ്ത്രീകളെല്ലാവരും അവൾക്ക് സ്നേഹത്തോടെ ഫുഡ് വിളമ്പി. അത് കണ്ട ആദി അവളുടെ പ്ലേറ്റിലുള്ള ചിക്കൻ പീസ് എല്ലാം അവൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചു. എടാ പുല്ല, മര്യാദക്ക് എന്റെ ചിക്കൻ പീസ് ഒക്കെ ഇതിലേക്ക് ഇട്ടോ, ഇല്ലെങ്കിൽ എന്നെ അറിയാലോ. നീ ഒഞ്ഞു പോടി. അവളുടെ ഒരു കോപ്പിലെ ഭീഷണി. ലാസ്റ്റായി പറയുകയാണ്, നീ ഇടുന്നുണ്ടോ ഇല്ലയോ? നോ എന്ന് പറഞ്ഞാൽ നോ. നീ മിനിഞ്ഞാന്ന് എങ്ങോട്ടാ പോയത്? അത് പിന്നെ രാഹുലിന്റെ വീട്ടിലേക്ക്. വൈൻ ഹൗസിനടുത്താണോ പനപ്പുല്ലേ രാഹുലിന്റെ വീട്? സ്റ്റോപ്പ്. നിനക്കിപ്പോ എന്നാ വേണ്ടേ? ചിക്കൻ പീസ് അല്ലേ? ഇന്ന എടുത്തോ, എന്റെതും കൂടി ഉണ്ട്. ഇതിനെയാണ് വടി കൊടുത്ത അടി വാങ്ങുക പറയാ. 2 മിനിറ്റ് കഴിക്കുന്നുണ്ടോ? ഇവരുടെ ഈ കുറുമ്പും വഴക്കുമെല്ലാം എല്ലാവരും ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കി കാണുകയായിരുന്നു. ഏട്ടത്തി, ആരും എവിടെ? വന്നിട്ട് ഇതുവരെ അവനെ കണ്ടില്ലല്ലോ. അവൻ ഏതോ ഒരു കേസ് അന്വേഷണത്തിലാണ്. അവൻ ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞു. ആരുവിൻ്റെ പേര് കേട്ട ആദിയുടെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. ദൈവമേ, ആ മാങ്ങാണ്ടി മൂറ ഞാൻ പോകുന്നത് വരെ ഈ വഴിക്കൊന്നും വരരുതേ. അവർക്ക് വല്ല ആക്സിഡന്റും. അത് വേണ്ട. ആളെങ്ങാനും തട്ടിപ്പോയാലോ? ആരെങ്കിലും കാലും കൈയും തല്ലി ഒടിച്ചാ മതി. അങ്ങനെ നടന്ന ഞാൻ 101 ശയന പ്രദക്ഷിണം നടത്താം. അല്ലെങ്കിൽ അത് വേണ്ട. ചേട്ടൻ തെണ്ടിയെ കൊണ്ട് തല മുട്ടയടിപ്പിച്ച് നാവിന് ശൂലം കുത്തിക്കാം. എന്റെ കുഞ്ഞു പ്രാർത്ഥന കേൾക്കണേ ദൈവമേ. നീ എന്നതായി ചിന്തിക്കുന്നേ? എനിക്കറിയാം, നീ ആദിച്ചാനെ കുറിച്ചല്ലേ ചിന്തിക്കണേ. അടി, അയാളെ കുറിച്ച് തന്നെയാ ചിന്തിക്കുന്നേ. അതിനെ എങ്ങനെ കൊല്ലാന്ന് എന്നവൾ പിറുപിറുത്തു. നീ എന്നതാടി പെരുവിറുക്കുന്നത്? ഒന്നുമില്ലമ്മ. എനിക്ക് ഭയങ്കര ക്ഷീണം. ഞാനൊന്ന് പോയി കിടക്കട്ടെ. പെണ്ണിന് നാണാമെന്ന് തോന്നുന്നു. ആർക്ക്? അവൾക്കോ? നാണോ? ആദി, ആദി, നീ എഴുന്നേൽക്കുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് വരണോ? ആന്റിക്കിപ്പോ എന്താ വേണ്ടേ? അവളെ എഴുന്നേൽപ്പിക്കണം. അത്രയുള്ളൂ. അത് ഞാൻ ചെയ്യും. പോയി. പുളു അടിക്കാതെ ദൈവം തമ്പുരാൻ നേരിട്ട് വന്നാലും അവൾ എഴുന്നേൽക്കൂല മോളെ. എന്നാ ഈ അഞ്ജു അത് സാധിപ്പിച്ചിരിക്കും.
എന്ന് പറഞ്ഞ് അവൾ അവനെ നോക്കി പുച്ഛിച്ചു. അവൾ നേരെ ആദിയുടെ റൂമിലോട്ട് വിട്ടു. എന്നിട്ട് നേരെ അവളുടെ റൂമിലെ ബാത്റൂമിൽ കയറി ഒരു ബക്കറ്റ് നിറയെ വെള്ളമെടുത്ത് അവളുടെ മുഖത്തോട്ട് ഒഴിച്ചു. അമ്മാ, വെള്ളപ്പൊക്കം. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് പരിസരബോധം വന്നത്. എന്നലറി അവൾ അവളുടെ പുറകെ ഓടി. മര്യാദയ്ക്ക് അവിടെ നിന്നോ, അല്ലെങ്കിൽ നിന്റെ തല ഞാൻ തല്ലിപ്പൊളിക്കും. ഒന്ന് പോടി അവിടുന്ന്. നീ അവിടെ നിന്നില്ല, നിന്റെ ബീഫ് ഫ്രൈ ഞാനിടും. അത് കേട്ടതും അഞ്ചു ഒരു നിമിഷം അവിടെ സ്റ്റക്കായി. അപ്പോഴേക്കും ആദ്യം അവളെ പിടികൂടി. അവർ രണ്ടുപേരും തമ്മിൽ അടി കൂടാൻ തുടങ്ങി. ആ സമയത്താണ് എൽസ വടിയുമായി വരുന്നത് രണ്ടുപേരും കാണുന്നത്. അത് കണ്ടതും രണ്ടും രണ്ട് വഴിക്കോടി. ആദ്യ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അഞ്ജുവും ആദിയും മുറ്റത്തേക്ക് നടക്കാനിറങ്ങി. ആ സമയത്താണ് അവൾ കാർ പാർക്കിംഗ് ഏരിയയിൽ ഒരു റോയൽ എൻഫീൽഡ് ബൈക്ക് കാണുന്നത്. എടി, ഇത് ആരുടെ ബുള്ളറ്റാടി? ഇത് ആരുച്ചായന്റേതാടി. എടി, നമുക്കൊന്ന് പുറത്തു പോയാലോ? എങ്ങനെ പോവാ? അതിനല്ലേടി പോത്തെ ഈ ബൈക്ക്. അതിന് അമ്മമാര് സമ്മതിക്കോ? അതൊക്കെ നമുക്ക് അങ്ങ് സമ്മതിപ്പിക്കാൻ മതി. അതിന് നിനക്കിത് ഓടിക്കാൻ അറിയോ? അങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുക. എന്റെ ദൈവമേ. ഇതെല്ലാം കേട്ടുകൊണ്ട് എൽസയും അപ്പച്ചനും ജോണും അവരുടെ പുറകിലുണ്ടായിരുന്നു. അവരെ കണ്ട ആദിയും അഞ്ജുവും അവരെ നോക്കി വളിഞ്ഞ ചിരി ചിരിച്ചു. പ്ലീസ് മാ ഒന്ന് പോട്ടെ ഞങ്ങള്, പ്ലീസ്. പൊന്നുമോൾ ഇപ്പൊ അങ്ങനെ പോവണ്ട. അവള് പോയിട്ട് വരട്ടെടി മോളെ, നീ പൊക്കോ മോളെ. താങ്ക് യു. എന്നു പറഞ്ഞ് ഫ്ലൈങ് കിസ്സും കൊടുത്ത് വണ്ടിയുടെ താക്കോലും എടുത്ത് അവർ രണ്ടുപേരും പുറത്തേക്ക് പോയി. ദൈവമേ, പോയതുപോലെ രണ്ടും തിരിച്ചു വന്നാ മതിയായിരുന്നു. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? ആറ്റം ബോംബിന് കൈയും കാലും വെച്ച രണ്ടെണ്ണല്ലേ പോയത്. എന്നാടി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. സത്യം പറയണം. പറയാം, നീ പറ. നിനക്ക് ആരച്ചാല് ശരിക്കും ഇഷ്ടാണോ? ഇത് കേട്ടതും ആദ്യ പെട്ടെന്ന് ബൈക്ക് സ്റ്റോപ്പാക്കി. നീ എന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ ചോദിച്ചതിന്റെ മറുപടി പറ. അത് എടി, സത്യം പറയാൻ അങ്ങേരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോൾക്ക് വേണ്ടി എന്നെ ചോദിക്കുന്നത്. അത് കേട്ട അമ്മ അതിന് സമ്മതം മൂളുകയും ചെയ്തു. അപ്പോൾ അമ്മയോട് എനിക്ക് ആരുച്ചാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അത് കേട്ടതും അമ്മ ആ കല്യാണക്കാര്യം ഒഴിവാക്കി. പിന്നെ അതിനുശേഷം എനിക്ക് ഇതുവരെ ഒരു കല്യാണക്കാര്യം അമ്മ ആലോചിച്ചിട്ടില്ല. നീ എന്തുകൊണ്ട് ആരുച്ചായ പറഞ്ഞത്? അവിടെ മൂത്ത ഡേവിച്ചാനല്ലേ? അതോ, ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഡേവിച്ചാൻ കുറച്ച് സ്വീറ്റ് ആണെന്ന്. അച്ഛന്റെയും അമ്മയുടെ ഇഷ്ടപ്രകാരത്തിന് ജീവിക്കുന്ന ഒരാള്. ബട്ട് ആരുച്ചായൻ അങ്ങനെയല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ആൾ. അങ്ങനെയുള്ളവൻ എന്നെ ഇഷ്ടപ്പെടില്ല. നിന്റെ ബുദ്ധി വിമാനല്ല, റോക്കറ്റാണ്, റോക്കറ്റ്. താങ്ക് യു. നമുക്ക് ആ മാളില് കയറിയാലോ? എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാൻ ഈ ബൈക്ക് ഒന്ന് പാർക്ക് ചെയ്തിട്ട് വരാം. ആദ്യ ബൈക്ക് പാർക്ക് ചെയ്ത് നടക്കുമ്പോഴാണ് അവിടെ ഒരു ആൾക്കൂട്ടം കണ്ടത്. ആദ്യ ആളുകളെ തട്ടി മാറ്റി പോയപ്പോഴേക്കും അവരുടെ കാലിന്റെ ചൂട്ടിൽ ഒരാൾ തെറിച്ചു വീണു. ആദ്യ അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്താ ചേട്ടാ പ്രശ്നം? ഇല്ല പെങ്ങളെ. എന്നാലും പറ ചേട്ടാ. ദാ ആ കാണുന്നവന്റെ പെങ്ങളെ പുറകെ നടന്നിട്ട ഈ അടിയെല്ലാം. ഓ, പ്രണയമാണ് പ്രശ്നം. ഞാൻ നിങ്ങളെ സഹായിച്ച നിങ്ങൾ എനിക്ക് എന്ത് തരും? നീ ചോദിക്കുന്ന എന്തും തരും എന്നു പറഞ്ഞ് അവളെ കളിയാക്കി. ഈ സമയത്താണ് അതിൽ ഒരുവൻ അവന്റെ അടുത്തേക്ക് വന്നത്. ഡാ, അവനെ തൊട്ടു പോവരുത്. അത് പറയാൻ നീ ആരാടി? ദാ ലെവന്റെ പെങ്ങൾ. പെങ്ങളാ? എപ്പോ? ആരും പറഞ്ഞില്ല, നോമൊന്നും അറിഞ്ഞില്ല. പെങ്ങളോ? നീ എന്റെ പെങ്ങളെ പുറകെ നടക്കൂലടാ. എന്നു പറഞ്ഞ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. കയ്യെടുക്ക് ചേട്ടാ. ഇല്ലെങ്കിൽ സ്ത്രീകളുടെ കയ്യിൽ പിടിച്ചാൽ വെട്ടേണ്ടത് അവന്റെ വിരലുകളല്ല, കാലാണ്. അതങ്ങനെയല്ലല്ല, വെട്ടേണ്ടത് അവന്റെ തലയാണെന്നല്ലേ? അത് ബാഹുബലി സീസൺ 2, ഇത് അഥർവ സീസൺ 1. സംജ? ഓ അങ്ങനെ. പിന്നെ അവിടെ ഒരു ഫൈറ്റ് തന്നെയായിരുന്നു. എല്ലാം കണ്ടുകൊണ്ട് കിളി പോയി നിൽക്കുകയായിരുന്നു അനന്തു. ഈ സമയത്താണ് അങ്ങോട്ട് പോലീസ് ജീപ്പ് വരുന്നത്. എടാ, ഓടി രക്ഷപ്പെട്ടോ. അപ്പോഴേക്കും പോലീസ് എല്ലാവരെയും പിടികൂടി. സാറേ, ഞങ്ങളല്ല, അവളാ. ഒഞ്ഞു പോടാ, നീയല്ല എന്റെ കൈ കയറി പിടിച്ചത്.
പിന്നെ എന്റെ ആങ്ങളെ ശ്രദ്ധിച്ചതും പോരാ. ഒന്ന് പോടി. നമുക്ക് സ്പെഷ്യൽ എത്തിട്ട് തീരുമാനിക്കാം ആരെ തല്ലിയെന്ന്. എന്നാ സാറേ ഞാൻ അങ്ങോട്ട്. എങ്ങോട്ട്? ഇങ്ങോട്ട് കയറടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ? ചോദിക്ക്. അല്ല സാറേ, ഞാനൊരു ഗേളല്ലേ, അപ്പൊ എന്നെ വിളിക്കാൻ വനിതാ കോൺസ്റ്റബിൾസ് ഒക്കെ വേണ്ടേ? എന്നാണെന്നുണ്ടെങ്കിലും ആണിന് സ്വഭാവം. അതല്ല സാർ. നീ മിണ്ടാതിരിക്കുക. ഇനി വാഴ എന്താ ഇതാ കിട്ടുക. അതിന് ഞാനെന്താ ചെയ്തേ? നിന്റെ പെങ്ങളല്ലേ? അതെ. എന്റെ പൊന്നു പെങ്ങളെ, ഒന്നും മിണ്ടാണ്ടിരി. ഇതാണല്ലേ പോലീസ് സ്റ്റേഷൻ. കാണാൻ തരക്കേടില്ല. ഒന്നും മിണ്ടാതെ വാ എന്റെ കുഞ്ഞ്, നമ്മള് ട്രിപ്പ് വന്നതല്ലേ ഇവിടെ. അപ്പോഴേക്കും ലെവന്റെ ആളുകൾ വന്ന് അവനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോയി. നമ്മളിറക്കാൻ ആരാ വരിക? നമ്മളെയോ? ആ, ഞാൻ നിന്റെ പെങ്ങളല്ലേ? പെങ്ങളാ? ആരാ പെങ്ങള്? പട്ടി മര്യാദക്ക് ഇവിടെ നിന്ന് എന്നെ ഇറക്കിക്കോ, ഇല്ലെങ്കിൽ നേരത്തെ നടത്തിയതിന്റെ ബാക്കി നിന്റെ നെഞ്ചത്തോട്ട് ഞാൻ എടുക്കും. ഒരു തമാശ പറയാൻ പോലും പറ്റില്ല. സില്ലികൾ, നീ എനിക്ക് പിറക്കാതെ പോയ പെങ്ങളല്ലേ പെങ്ങളെ. എന്തിനെ കുറിച്ച് ഇതാക്കപ്പെടും. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അവനെത്തിയോ? ഇല്ല സർ, ഇപ്പൊ വരും. അപ്പോഴാണ് അവൻ ആദിയെ കാണുന്നത്. ഇതെന്താ കേസ്? അതിന് അടിപൊളി കേസാ സാറേ. സർ, ഭയങ്കര ചൂടാണ് ഇവിടെ, ഫാനൊന്നും ഇല്ലേ? ഒന്ന് മിണ്ടാതിരിക്കടി. എന്റെ പൊന്ന് സാറേ, കാര്യമൊക്കെ തുടങ്ങിയതാ കൊച്ച്. അവൻ എങ്ങാനും ഇത് കേട്ട് വന്ന അവളെ വലിച്ച് ഭിത്തിയിൽ ഒട്ടിക്കും. അപ്പോഴാണ് പൊടി പാറിപ്പിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നത്. അവൻ ജീപ്പിൽ നിന്നും ഇറങ്ങി. അവൻ കണ്ണിൽ നിന്നും കൂളിംഗ് ഗ്ലാസ് ഊരിയതിനു ശേഷം അവൻ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ ഓഫീസ് റൂം ലക്ഷ്യം വെച്ച് നടന്നു. അവൻ്റെ ആ നീലക്കണ്ണുകൾക്ക് ആരെയും ആകർഷിക്കാൻ തക്ക കഴിവുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ കണ്ണിൽ ആരോടുള്ള ദേഷ്യം മുന്നിട്ടിരുന്നു. അവൻ ആ പോലീസ് യൂണിഫോമിൽ അതിസുന്ദരനായിരുന്നു. അവിടെ ഒരു പരക്കം പാച്ചിൽ തന്നെയായിരുന്നു. ഇവിടെ പന്ത MLA വരുന്നുണ്ടോ ഇങ്ങനെ ഓടാൻ? അപ്പോഴാണ് അവൻ അങ്ങോട്ട് കയറി വന്നത്. ആദിയുടെയും അവൻ്റെയും കണ്ണുകൾ ഒരു വേള കൊരുത്തു. അവൻ അവളുടെ വെള്ളാരം കണ്ണുകളിലേക്ക് തന്നെ ഹിമ ചിമ്മാതെ നോക്കി നിന്നു. പെട്ടെന്ന് അവൻ സ്വബോധം വീണ്ടെടുത്ത് അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ച് അവിടുന്ന് പോയി. കാണാൻ ഭംഗിയേ ഉള്ളൂ, തനി കലിപ്പൻ സ്വഭാവ മോളെ. എന്താണ് മോനെ, ഭയങ്കര കലിപ്പിലാണല്ലോ. എന്റെ പന്ന മുറപ്പൊന്ന് ലാൻഡായിട്ടുണ്ട്. എത്താണ് ഈ ദേശത്തിന് കാരണം? പുറത്ത് നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ കേസ് എന്താ? അത് സാർ അടിപൊളി കേസാണ്. അവരെ ഇങ്ങോട്ട് വിളി. ഓക്കെ സാർ. മേ ഐ കം ഇൻ സർ? കം ഇൻ. എന്താ പ്രശ്നം? ഇതാ ഇവൾ എല്ലാവരെയും അടിച്ചു വീഴ്ത്തി. മിസ്റ്റർ, ആരടിച്ചു വീഴ്ത്തിയെന്ന്? കാര്യമില്ലാത്ത കാര്യത്തിനൊന്നുമല്ലല്ലോ. അവനെന്റെ കയ്യിൽ കയറി പിടിച്ചിട്ടല്ലേ. പിന്നെ അവനെന്റെ ആങ്ങളെയും അടിച്ചു. അതിന് നിന്റെ ആങ്ങള അവന്റെ പെങ്ങളെ പുറകെ നടന്നിട്ടല്ലേ? പ്രണയിക്കുന്നതിന് തെറ്റാണോ? പറയൂ. എനിക്ക് മനസ്സിലായി, സാർ അവന്റെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് താൻ പുറത്തു പോ. അലക്സ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ഇരിക്കുകയായിരുന്നു. ആരാണ് ഇവളുടെ ആങ്ങള? ഞാനാ സാർ. നിന്റെ പേരെന്താടാ? അനന്തു കൃഷ്ണൻ. നിന്റെ പേരെന്താടി? അഥർവ കൃഷ്ണ. മാച്ചിങ് ആണല്ലോ പേര്. മാച്ചിങ് ഇല്ലാതിരിക്കോ? സഹോദരങ്ങളല്ലേ? നിങ്ങളുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു? അത് സാർ, അമ്മ ഇന്നേരം അടുക്കളയിലായിരിക്കും, അച്ഛൻ കിടന്നിറങ്ങുകയായിരിക്കും. മോനെ സഹോദര, ഒന്ന് ഇങ്ങോട്ട് നിന്നേ. എന്നിട്ട് അവന്റെ കരണം നോക്കി ഒന്ന് കൊടുത്തു. പെങ്ങളെ വളർത്തണം, നോക്കി വളർത്തണം, കേട്ടോടാ. അനന്ത് കവിളിൽ കൈവച്ചുകൊണ്ട് അവനെ നോക്കി തലയാട്ടി. സാറിനെ കാണാൻ വേണ്ടി സാറിന്റെ അങ്കിളും അവരുടെ മകനും വന്നിട്ടുണ്ട്. വരാൻ പറയൂ. എന്താ മോനെ പാട്, സുഖല്ലേ? ഇരിക്കൂ അങ്കിൾ, സുഖാണ്. നിന്നെ ഇന്നലെ ആ ഭാഗത്തേക്ക് കണ്ടില്ലല്ലോ അളിയ. എന്താ മോനെ, എന്റെ പെങ്ങളെ പേടിയാണോ? ആരുൺ അവനെ തറപ്പിച്ചൊന്ന് നോക്കി. ഈ വന്നവരെ കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ആദി. ഇവരെന്താ ഇവിടെ? ഞാനിനി ജയിലായ വിവരം ഇവർ അറിഞ്ഞു വന്നതാണോ? എങ്കിൽ തീർന്നു എന്റെ ദൈവമേ. ഇന്ന് ഞങ്ങൾ പോട്ടെ മോനെ, ഒന്ന് കാണാൻ വന്നതാ. അവർ പറഞ്ഞു തിരിഞ്ഞപ്പോഴാണ് അനന്തുവിന്റെ ബാക്കിൽ നിൽക്കുന്ന ആദിയെ കാണുന്നത്. നല്ല പരിചയമുള്ള കാല് അല്ലേ അച്ഛാ? എടാ, ഇത് ഹാദിയല്ലേ? നന്ദൻ കൈകെട്ടിക്കൊണ്ട് അവളുടെ മുന്നിൽ കയറി നിന്നു. അങ്കിളിന് ഇവളെ അറിയോ? ആ, അറിയാം. ഞങ്ങൾ തമ്മിൽ ചെറിയ ബന്ധമുണ്ട്.
അനന്തു ആദിയുടെ ചെവിയിൽ മെല്ലെ ചോദിച്ചു. ഇവർ നിന്റെ ആരടി? ഇതാടാ എന്റെ ഒറിജിനൽ അച്ഛൻ സഹോദരനും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ആദു അനന്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. ഇത് നിന്റെ ആരടി? അത് അവളുടെ സഹോദരനാടാ. ഞാനറിയാത്ത മോൻ എനിക്കോ? അനന്തു നന്ദന്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് കൈകൂപ്പി പറഞ്ഞു. എന്റെ പൊന്നങ്കിൾ, എനിക്കൊന്നും അറിയില്ല. അടി ഉണ്ടാകുന്ന സമയത്ത് ഇവൾ കയറി വന്നുകൊണ്ട് ചോദിച്ചു, നിന്നെ രക്ഷിച്ച് എനിക്ക് എന്താ തരാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തരാന്ന്. അല്ലാതെ ഒന്നും അറിയില്ല അങ്കിൾ. ആദി അനന്തുവിനെ നോക്കി പല്ലടിച്ചു. നന്ദൻ ആദിയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആദി വളിച്ചൊരു ചിരി ചിരിച്ചു. ആദു ആരുവിന്റെ ചെവിയിൽ പറഞ്ഞു. ഡാ, ഇതാണ് നിന്റെ മുറപ്പെണ്ണ്. വാട്ട്? ഡാ, അവളൊന്ന് നിന്നെ കണ്ടിട്ട് അറിയാത്ത പോലെ നിൽക്കുന്നേ. അതോടെ എനിക്കും മനസ്സിലാവാത്തെ. മോനെ, ഇതാണ് നിന്റെ. നന്ദനെ പറയാൻ അയക്കാതെ ആദു ഇടയിൽ കയറി പറഞ്ഞു. എടി, ഇവനാ നിന്നെ കെട്ടാൻ പോകുന്നേ. No! ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ ആരിച്ചായനെ കെട്ടുമെന്ന്? അത് സാരമില്ല, നീ അവനെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട്? എങ്ങനെ? അത് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ. എന്നാ നീ അവന്റെ ഐഡി പറ. ആരോ 004 എന്നാണോ അതോ 84 എന്നാണോ? എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഫോൺ എടുത്തിട്ടില്ല. വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം. എന്നാ അതൊക്കെ പോട്ടെ, നീ അവനെ കണ്ടെന്നല്ലേ പറഞ്ഞേ? അവന്റെ രൂപം പറ. വെളുത്ത നിറം, നല്ല കിടിലൻ ജെമ്പോടി, നല്ല കറുത്ത ഉണ്ട കണ്ണ്. കറുത്ത ഉണ്ടക്കണ്ണോ? എന്തേ, നീ കറുത്ത ഉണ്ട കണ്ണ് കണ്ടിട്ടില്ലേ? ആ, കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കേട്ട് കിളി പോയി നിൽക്കുകയാണ് ആരുവും നന്ദനും അലക്സും.